ലെയർ നെക്ലേസ് ആണ്. ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ അത് വരും കേട്ടോ. ഇത് ഒരുപാട് സ്റ്റോറുകളിൽ ഞാൻ കണ്ടു. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇടുമ്പോൾ ശരിയായിക്കോളും. ഇങ്ങനെ ചോക്കറാണ്, നീളത്തിലൊന്നും ഇടാൻ പറ്റില്ല. ചെറിയൊരു റെഡ് ത്രെഡ് ഓരി കൊണ്ടും ഈ ഒരു ത്രെഡ് കൊണ്ടാണ് അവർ ബാക്കി ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ ഇടാം. ചോക്കർ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഈവൻ വൈറ്റ് സാരി, ബ്ലാക്ക് സാരി, ഏതൊരു കളറിൻ്റെയും കൂടെ പോകുന്ന ഒരു പീസാണിത്. ഇത് നെക്ലേസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നെക്ക് പീസ് മാത്രമേ ഉള്ളൂ. ഇയറിംഗ് ഇല്ല. ഇയറിംഗ് നമുക്ക് ഒരു ചെറിയൊരു പീസ് കൊണ്ട് ഇതിൻ്റെ ഗോൾഡ് കൊടുക്കാം സാരിക്കോ അല്ലെങ്കിൽ ഇടുന്ന ആ ഡ്രസ്സിനോ അനുസരിച്ച്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വൈറ്റ് പേൾ സ്റ്റഡ് കൊണ്ടോ ഡ്രോപ്പ് ഇയറിംഗ് കൊണ്ടോ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. നമുക്കിതൊന്ന് ഇട്ട് നോക്കാവേ. ഇങ്ങനെയാണ് വരുന്നത് ഔട്ട്ലുക്ക്. ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. ഞാൻ ഇയറിംഗ് പെയർ ചെയ്തിട്ടില്ല. ഇയറിംഗ് വേണമെങ്കിൽ പെയർ ചെയ്യാം. സോ നമുക്ക് സ്റ്റൈലിംഗ് വീഡിയോയിലോ ഓണത്തിൻ്റെയൊക്കെ സ്റ്റൈലിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓരോ ഡ്രസ്സിനനുസരിച്ച്. ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാമോ? ഓക്കെ. ഒരുപാട് ഇതിട്ടാൽ നമുക്ക് കഴുത്ത് ഇതും, കാരണം ഇതിന് നല്ലൊരു വെയിറ്റ് ഉണ്ട്. കണ്ടോ? ചുമ്മാ ഒരു പന്നയായിട്ടുള്ളൊരു മുത്തൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള മുത്താണ് കേട്ടോ. നല്ല വെയിറ്റ് ആണ് ഇതിന്. സോ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതൊരു വീനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു ലുക്കിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് പീസ് വന്നിട്ട് താമരയുടെ വളരെ ട്രെൻഡിൽ നിൽക്കുന്ന സമയമാണ് ഈ വർഷവും. ഇതിൻ്റെ തന്നെ ചോക്കറൊക്കെ വന്നിട്ടുണ്ട്, ഞാനത് കാണിക്കാം കേട്ടോ. അത് ഈ വർഷം ട്രെൻഡിങ്ങിലായിട്ട് വന്നിരിക്കുന്ന മീഷോയിലെ ചില പീസുകളാണ്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. വളരെ ക്യൂട്ടാണ്. സാരിയുടെ കൂടെയും എത്നിക്കായിട്ടുള്ള ഏത് ഡ്രസ്സിൻ്റെയും കൂടെ ഇത് പോകും. സോ ഇങ്ങനെ വരും, ചേർന്ന് കിടക്കും. ഓക്കെ. ഇതിൻ്റെ കൂടെ വലിയ കമ്മൽ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഫൈനൽ ആയിട്ടുള്ള ലുക്ക്. ഓക്കെ. അപ്പോൾ ഒരു പീസ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയാലോ. അത് ഭയങ്കരമായിട്ട് വിലക്കുറവുള്ള സ്റ്റാൻഡേർഡ് പീസുകളായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും അങ്ങനെ മീഷോ നോക്കി തന്നെ ഫസ്റ്റ് മേടിച്ച ഒരു പീസാണ് കേട്ടോ. കണ്ടോ? ഇങ്ങനെ വരും കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കട്ടിയൊന്നും ഇല്ല, 2-3 ലെയർ മാലകൾക്ക് അവർ സ്ഥിരം അവരെ കഴുത്തിൽ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു മാലയാണ് അല്ലെ, മുത്തുമാല എന്നുള്ള കാറ്റഗറി വരുന്നതാണിത് കേട്ടോ. ചെറിയ ചെയിനും അവർ ഇടയ്ക്ക് ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്ലോസപ്പ് വന്നിട്ട്. ഇത് 100 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ്, ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന, ആവർത്തിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു എത്നിക് പീസാണിത്. ഇതിന് കമ്മലില്ല കേട്ടോ. ഇതിന് കമ്മൽ വരുന്നതുണ്ട്, എനിക്ക് തോന്നുന്നു ആമസോണിലുണ്ടെന്ന്. ബട്ട് ഇതെനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് നോക്കിയാലോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വന്നിട്ട്. ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ളൊരു പീസാണ്. പേൾ വിത്ത് ഗോൾഡൻ ചെയിൻ ഡീറ്റെയിലിംഗ് വന്നിട്ട്. സോ ഇത് നമുക്ക് കയറ്റി യൂസ് ചെയ്യാം, പക്ഷെ കുറച്ച് പാടായിരിക്കും. ലെങ്തി ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഇതിന് കമ്മലില്ലാത്തത് കൊണ്ട് കമ്മൽ നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡനോ ജുംക്കകളോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഇയറിങ്സോ സ്റ്റഡ് വെച്ച് നമുക്ക് അതിനെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. കണ്ണടച്ച് വാങ്ങിക്കാവുന്ന പീസസ് ആണ്. ഓക്കെ. അപ്പം ഇതൊക്കെ ഇപ്പോഴും ട്രെൻഡിങ്ങിലും ഉള്ളതുമാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിരിക്കുക, സന്തോഷമായിരിക്കുക, ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് മാത്രം വിട പറഞ്ഞുകൊണ്ട് ശാല പോവാണ്. ഗ്ലാഡ് ടു മീറ്റ് ചെയ്യുന്നത്. ബൈ.